മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ടി.എച്ച്. മുസ്തഫ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. അന്ത്യം. 82 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 5:30ഓടെയായിരുന്നു ടി.എച്ച്. മുസ്തഫയുടെ അന്ത്യം സ്ഥിരീകരിച്ചത്. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ചുകാലമായി ടി.എച്ച്. മുസ്തഫ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നില്ല. എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ നിർണായക പങ്ക് വഹിച്ച വ്യക്തിത്വത്തെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ പാർട്ടിക്ക് നഷ്ടമായിരിക്കുന്നത്. സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയും 2 പതിറ്റാണ്ടിലധികം കാലം കുന്നത്തുനാട് നിന്നുള്ള നിയമസഭാ അംഗവുമായിരുന്നു. മുൻ എറണാകുളം DCC അധ്യക്ഷൻ, KPCC ജനറൽ സെക്രട്ടറി, KPCC ഉപാധ്യക്ഷൻ എന്നീ ചുമതലകളും അദ്ദേഹം വഹിച്ചിരുന്നു. 52 വർഷം തുടർച്ചയായി പെരുമ്പാവൂർ ടൗൺ മുസ്ലിം പള്ളി പ്രസിഡന്റായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ടി.എച്ച്. മുസ്തഫ യൂത്ത് കോൺഗ്രസിലൂടെയാണ് പൊതുരംഗത്ത് സജീവമാകുന്നത്. 1977 ആദ്യമായി ആലുവയിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1982, 87, 1991, 2001 വർഷങ്ങളിൽ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും MLA ജയിച്ചു. 1991, 95 9ാം കേരള നിയമസഭയിൽ K. കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചു. 1996 വീണ്ടും കുന്നത്തുനാട്ടിൽ നിന്ന് മത്സരിച്ചെങ്കിലും CPM-ലെ MP വർഗീസിനോട് പരാജയപ്പെട്ടു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ലെ MP വർഗീസിനെ തോൽപ്പിച്ച് വീണ്ടും കുന്നത്തുനാട്ടിൽ നിന്ന് ടി.എച്ച്. മുസ്തഫ നിയമസഭയിലെത്തി. INDUC-യുടെ സംസ്ഥാന നിർവാഹക സമിതിയിലും ദേശീയ കൌൺസിലിലും അദ്ദേഹം അംഗമായിരുന്നു. ഖബറടക്കം ഇന്ന് രാത്രി 8 മണിക്ക് മാറമ്പള്ളി ജുമാ മസ്ജിദിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.